ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജുകളും അതുപോലെയുള്ള കോളുകളുമാണ്. ദേവസ്വം ബോർഡിൻ്റെ കേസ് എന്തായി, പരീക്ഷ എന്നാണ്, എന്തായിരിക്കും ഇനി അങ്ങോട്ട്, പഠിക്കണോ, അതുപോലെ എന്താണ് ഇനി ഈ ഒരു എക്സാം നടക്കുമോ, കോടതി വിധി അനുകൂലമാകുമോ എന്നൊക്കെയാണ് നമുക്ക് നിരന്തരം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി കോളുകളും മെസ്സേജുകളും വരുന്നത്. അപ്പോൾ ഒരു വീഡിയോ അതുമായി ബന്ധപ്പെട്ട് ചെയ്യാമെന്ന് കരുതി. കാരണം നിങ്ങളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡ് കേസ് എന്തായി എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പരീക്ഷ എന്നായിരിക്കും, അന്തിമ വിധി, പരീക്ഷാ തീയതി ഒക്കെ നമ്മളൊന്ന് നോക്കാന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മളിവിടെ പറയാമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും, ഇത്രയും കാര്യങ്ങൾ തന്നെ നമുക്കും അറിയുള്ളൂ. അതുകൊണ്ട് ആ കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പറയുന്നത് കേസ് എന്തായി എന്ന് വെച്ചാൽ, നമുക്ക് മെയ് മാസം 13 ആദ്യം കേസ് നിശ്ചയിച്ചിരുന്നത്. മെയ് മാസം 13. അതിനു മുമ്പൊക്കെ ഒരുപാട് തവണ മാറ്റി വെച്ചിട്ടാണ് മെയ് മാസം 13 ഈ ഒരു ഇതുണ്ടാകുമെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അന്നും ഇതിന് യാതൊരുവിധ തീരുമാനം ഉണ്ടായിട്ടില്ല. ഇത് ജൂലൈ മാസത്തേക്ക് മാറ്റി എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. എന്നൊന്നും കൃത്യമായി അറിഞ്ഞിട്ടില്ല. ജൂലൈ മാസത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് മാത്രം അറിയാൻ കഴിഞ്ഞു. അപ്പോൾ പലരും നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നായാലും അല്ലാതെയും ആൾക്കാർ പറയുന്നത്, നമ്മുടെ വക്കീൽ ഇവരുടെ അല്ല KDRBയുടെ വക്കീൽ ഹാജരാകാത്തത് കൊണ്ടാണ് കേസ് മാറ്റിവെക്കപ്പെടുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അതിൽ എത്രമാത്രം ശരിയുണ്ട് എന്നൊന്നും നമുക്കറിയില്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് വലിയ ഒരു ഇതാണ്. കാരണം ഉദ്യോഗാർത്ഥികളോട് ചെയ്യുന്നതാണ്. ആ ഒരു സമീപനം മാറ്റണം എന്നാണ് പറയാനുള്ളത്. കാരണം ഇതുവരെ KDRBയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു തരത്തിലുള്ള വിവരവും അവരുടെ സൈറ്റിലോ മറ്റോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ എന്താണ് എന്നുള്ളത് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ 1-2 പേര് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലും എത്രത്തോളം ശരിയുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ അറിയിക്കാൻ, ജൂലൈ മാസത്തിലേക്കാണ് ഇതിൻ്റെ കേസ് മാറ്റിവെച്ചതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം വാസ്തവമാണ് എന്നുള്ളത് കൺഫേം ചെയ്തിട്ടില്ല. എന്നാലും ആ ഭാഗത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഓക്കെ, മെയ് 13 വെച്ചിരുന്ന കേസ് മാറ്റിവെച്ചു ജൂലൈയിൽ. അതുവരെ ഒരു തരത്തിലുള്ള അപ്ഡേഷനും ഇവരുടെ ഒരു ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നിങ്ങൾ നോക്കുക, മാർച്ച് മാസത്തെ പരീക്ഷാ കലണ്ടറാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനുശേഷം ആ സൈറ്റിൽ ഒരു തരത്തിലുള്ള, മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ കഴിഞ്ഞു, ഇപ്പം മെയ് കഴിയാറായി. അടുത്ത ദിവസത്തേക്ക് മെയ് കഴിയും, പിന്നെ ജൂൺ വന്നു. ഇനി എപ്പോഴാണ് ഇവർ പരീക്ഷ നടത്തുക എന്നുള്ളത് നമുക്ക് യാതൊരു, കാരണം ഇപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDCയുടെ പരീക്ഷ മാത്രമാണ് നടന്നത്. ഇനി OA ഉണ്ട്, പല പരീക്ഷകളും നടക്കാനുണ്ട് വിളിച്ചിരിക്കുന്ന. ഓക്കെ, ഇതൊക്കെ എന്താകുമെന്ന പല ഉദ്യോഗാർത്ഥികൾക്കും ആശങ്കയുണ്ട്. കാരണം പലരും ഈ ഒരു പരീക്ഷയ്ക്ക് ദേവസ്വം ബോർഡിന് വേണ്ടി മാത്രമായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം അവർക്കൊക്കെ ആശങ്കകൾ നല്ല രീതിയിലുണ്ട്. ആ ആശങ്കകൾ അകറ്റാൻ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഏറ്റവും ആദ്യം അത് തന്നെയാണ് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് മറ്റു പരീക്ഷകളുടെ, അതായത് ഈ ഗുരുവായൂർ ദേവസ്വം ഒഴിച്ചുള്ള ബാക്കിയുള്ള പരീക്ഷകളൊക്കെ പെട്ടെന്ന് തന്നെ നടത്താൻ സാധിക്കാവുന്നതാണ്. അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ ഈ കേസിലും ഉടൻ തന്നെ ജൂലൈയിൽ തന്നെ ഒരു അന്തിമ വിധി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ആ മാസം തന്നെ അന്തിമ വിധി ഉണ്ടാകും. അത് ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായിട്ട് വരുമെന്നൊക്കെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. കാരണം ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായിട്ടാണ് ആ വിധി വരേണ്ടത്. അവരാണ് ഒരുപാട് ഇതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്ത ആൾക്കാരാണ്, കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് നീതി കിട്ടിയേ പറ്റൂ. അവർക്ക് അനുകൂലമായിട്ടുള്ള ഇത് തന്നെ ഇവിടെ വരേണ്ടതുണ്ട്. ഓക്കെ, ഏറ്റവും ആദ്യം ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്കിവിടെ പറയാനുള്ളൂ. ഇനി മറ്റ് പരീക്ഷകളൊക്കെ വരുന്ന രീതിയിൽ ഇപ്പോൾ സൈറ്റൊക്കെ വളരെ പുതുപുത്തൻ സൈറ്റാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ പഴയതുപോലെയല്ല. സൈറ്റിലേക്ക്, ദേവസ്വം ബോർഡിൻ്റെ സൈറ്റ് കയറുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അത് നല്ലതാണ്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. ബാക്കിയുള്ള കാര്യങ്ങളിലും അതേ സ്പീഡ് ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ സൈറ്റിൽ കയറി നോക്കി അറിയാൻ പറ്റും, നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ അതിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും വിവരങ്ങൾ മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും വിവരങ്ങളെ നമുക്കുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അത് കമൻറ്റ് ചെയ്യുക. എപ്പോഴാണ് മാറ്റിവെച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ വ്യക്തത ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ നിങ്ങൾ നോക്കുക. ഇനി അങ്ങോട്ട് ഒരുപാട് PSC പരീക്ഷകൾ വരുന്നുണ്ട്, അതിനൊക്കെ തയ്യാറെടുക്കുക. ഇതിൻ്റെ കലണ്ടർ വരുന്ന സമയത്ത് ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കുക എന്നേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മൾ ഇനി മുതൽ കൃത്യമായി വീഡിയോസ് ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക.
അതുപോലെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഈ ഒരു ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നമ്മൾ ഇന്നു മുതൽ സജീവമായിട്ട് ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നല്ലൊരു ലൈക്കും നല്ലൊരു സബ്സ്ക്രൈബൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.